നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ രാജേന്ദ്രൻ എന്ന ലോട്ടറി കച്ചവടക്കാരൻ ഉടൻ ഡൽഹിക്ക് പറക്കും. എന്തിനാണെന്നറിയണ്ടേ? റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥിയായി അദ്ദേഹം എത്തും. അസംഘടിതരായ തൊഴിലാളികളെ, വഴിയോര കച്ചവടക്കാരെ ഒക്കെ തന്നെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള വായ്പ എടുത്ത വ്യക്തിയാണ് രാജേന്ദ്രൻ. ഇപ്പോൾ സമ്മാനമില്ലാതെ ലോട്ടറി കച്ചവടക്കാരനായ രാജേന്ദ്രന് മറ്റൊരു ലോട്ടറിയാണ് അടിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ആലങ്കോട് തൊപ്പിച്ചന്ത ഇടയ്ക്കോട് കോളനി RB ഭവനിൽ KJ രാജേന്ദ്രൻ എന്ന ലോട്ടറി കച്ചവടക്കാരനാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഇദ്ദേഹം ഉൾപ്പെടെ 3 വഴിയോര കച്ചവടക്കാരെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുള്ളത്. വഴിയോര കച്ചവടക്കാർക്ക്, അതായത് അസംഘടിത ജനവിഭാഗങ്ങൾക്ക് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവൻ മിഷൻ, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതി പ്രകാരം നൽകി വരുന്ന പ്രധാനമന്ത്രി സ്വനിധി വായ്പ 3 ഘട്ടവും എടുത്തയാളാണ് രാജേന്ദ്രൻ. വഴിയോര കച്ചവടക്കാരിൽ എത്ര പേർക്ക് ഈ വായ്പയെക്കുറിച്ച് അറിയാം കേരളത്തിൽ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ എല്ലാവിധ പ്രയോജനങ്ങളും അദ്ദേഹം പ്രയോജനപ്പെടുത്തി. അതിൻ്റെ വായ്പ അദ്ദേഹം എടുത്തു, തിരിച്ചടച്ചു കൃത്യമായി തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കാണപ്പെട്ടു. അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ലോട്ടറി കച്ചവടത്തിനായി PM സ്വനിധി പ്രകാരം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നാണ് അദ്ദേഹം ആദ്യം 10,000 രൂപ വായ്പ എടുത്തത്. അത് അടച്ചു തീർത്തു. 20,000 രൂപയുടെ വായ്പ എടുത്തു. അതും അടച്ചു കഴിഞ്ഞപ്പോൾ 50,000 രൂപ വായ്പ ലഭിച്ചു. പദ്ധതി പ്രകാരം 3 ഘട്ടം വായ്പ എടുക്കുകയും മുടക്കമില്ലാതെ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നവരിൽ നിന്നാണ് രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് ക്ഷണിച്ചത് എന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. അവർ തന്നെയാണ് ഡൽഹിയിലേക്ക് ക്ഷണം കിട്ടിയ വിവരം രാജേന്ദ്രനെ അറിയിച്ചത്. ഏതാണ്ട് 30 വർഷത്തിലധികമായി ആറ്റിങ്ങൽ പ്രദേശത്ത് ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് രാജേന്ദ്രൻ. ഈ 24-ാം തീയതി അദ്ദേഹവും ഭാര്യയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ഇപ്പോൾ നഗരസഭ അറിയിക്കുന്നത്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് രാജേന്ദ്രൻ. പക്ഷേ ഡൽഹിയിലേക്ക് ആദ്യമായാണ് വിമാനത്തിൽ കയറുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ PM സ്വനിധി പദ്ധതി പ്രകാരം വായ്പയെടുത്ത രാജേന്ദ്രൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന്, അവിടെ പ്രധാനമന്ത്രിക്കൊപ്പം റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇതുവരെ അടിച്ച ചെറിയ ലോട്ടറികളെക്കാളൊക്കെ വലിയ ലോട്ടറിയാണ് രാജേന്ദ്രന് അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാരും നഗരസഭാ ഉദ്യോഗസ്ഥരും അധികൃതരും ഒക്കെ തന്നെ പറയുന്നത്.